മുഴുവൻ ആളുകളും നിയമത്തിന്റെ മുമ്പിൽ വരണമെന്നതാണ് സർക്കാരിന്റെ നിലപാട്. ആ നിലപാട് ആവർത്തിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സഭയിലും സഭയ്ക്ക് പുറത്തും വ്യക്തമാക്കിയിട്ടുള്ളതാണ് എത്രയോ തവണ. എന്താണ് സാർ പ്രതിപക്ഷത്തിന്റെ നിലപാട്? തന്ത്രിയെ ഒഴിവാക്കണം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. സാർ, തന്ത്രിക്ക് എന്ത് വിശേഷമാണുള്ളത്? സാർ, പ്രതിയാണ് എന്ന മറ്റെല്ലാ പ്രതിയെയും പോലുള്ള അവകാശമേ തന്ത്രിക്കുമുള്ളൂ. സാർ, തന്ത്രിക്ക് 2 വക്കീലന്മാർ പുറത്തുണ്ട്. സഭയ്ക്ക് പുറത്ത് 2 വക്കീലന്മാരുണ്ട്. BJPയും ഉണ്ട്, UDF ഉണ്ട്. സഭയ്ക്കകത്ത് BJP ഇല്ലാത്തത് കൊണ്ട് ആ BJPക്ക് വേണ്ടി കൂടിയുള്ള വക്കാലത്ത്, തന്ത്രിയുടെ വക്കാലത്ത് പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുകയാണ്, UDF ഏറ്റെടുത്തിരിക്കുകയാണ്. സാർ, വീണ്ടും തന്ത്രിയെ മുൻനിർത്തി തെരുവിലിറങ്ങാൻ ഉള്ള ഒരു സുവർണാവസരമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. മുസ്ലിം ലീഗ് നാരങ്ങ വെള്ളം കലക്കി കാത്തിരിക്കുകയാണ് സാർ, BJPക്കാർക്കൊന്ന് വെള്ളം കലക്കി കൊടുക്കാൻ. ഒരു നാണവുമില്ലാതെ, ക്ഷമിക്കണം സാർ, ഞാൻ ആ വാക്ക് പിൻവലിച്ചു, ലജ്ജയുമില്ലാതെ, ഒരു ലജ്ജയുമില്ലാതെ BJPക്ക് നാരങ്ങ വെള്ളം കലക്കി കൊടുത്തവരാണ് സാർ ലീഗുകാർ. അവർ വീണ്ടും നാരങ്ങ വെള്ളം കലക്കി വെച്ച് അവിടെ പുറത്ത് കാത്തിരിക്കുകയാണ്. സാർ, ഇത് രാഷ്ട്രീയ ഉപജാപമാണ്. ഈ രാഷ്ട്രീയ ഉപജാപം കേരളം ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ പ്രശ്നം ശബരിമലയിലെ സ്വർണം കെട്ടവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം എന്നതാണോ, അതോ സ്വർണം കെട്ടവരിൽ ഞങ്ങളുടെ ആളുകളെ ഒഴിവാക്കണം എന്നതാണോ?